കേരളത്തിന്റെ ചില ഭാഗങ്ങൾ മഹാപ്രളയത്തിലേക്ക് നീങ്ങുകയാണ് എന്ന വാർത്തകൾ വരുന്നു. അവസാന റിപ്പോർട്ടുകൾ ഇങ്ങനെ. എല്ലാവരും ജാഗ്രതയോടെ കേൾക്കുക. ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ വൻ ദുരന്തം. കുട്ടികളടക്കം 39 പേരുടെ മരണം സ്ഥിരീകരിച്ചു. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. എത്ര പേർ മരിച്ചെന്നോ ഒഴുകിപ്പോയെന്നോ കൃത്യമായ കണക്കില്ല. തൃശൂരിൽ ദുരന്തമുണ്ടായി. വൻ മണ്ണിടിച്ചിലിൽ തൃശൂർ മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന രാജേശ്വരി, മകൾ ജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത്. പെരിയാറിന്റെ തീരങ്ങൾ കവിഞ്ഞൊഴുകുന്നു. പല പുഴകളും നിറഞ്ഞു കവിഞ്ഞു. മധ്യ കേരളത്തിലും മലബാറിലും മഴ തിമിർത്തു പെയ്യുകയാണ്. ആലുവ ശിവക്ഷേത്രവും മണപ്പുറവുമാണ് ഈ കാണുന്നത്. ഇത് 2019 പോലെ ക്ഷേത്രം മുങ്ങിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ താഴികക്കുടം വരെ വെള്ളത്തിലേക്ക് മുങ്ങുകയാണ് ഈ ദൃശ്യങ്ങളിൽ. കേരളത്തിൽ വൻ മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുകയാണ് അധികാരികൾ. പുഴയുടെ സമീപത്ത് പോകരുത്. ഉരുൾപൊട്ടൽ സാധ്യതയോ ഭൂമിക്ക് ഇടിവും വിള്ളലും കണ്ടാൽ ആ പ്രദേശത്ത് നിന്ന് ഉടൻ മാറണം. അതുപോലെ വയനാട്ടിലെ ദുരന്ത സ്ഥലത്തേക്ക് ജനപ്രവാഹം ഉണ്ടാകരുത്. ദുരന്തം കാണാൻ നമ്മുടെ ആളുകൾ ടൂർ പോകുന്ന ലാഘവം മതിയാക്കുക. സ്വയം സുരക്ഷ എല്ലാവരും ഉറപ്പാക്കുക. വയനാട്ടിലേക്ക് പോകുമ്പോൾ മൃതദേഹങ്ങൾ ഒഴുകി മലപ്പുറം ജില്ലയിലേക്ക് വരുന്നു. 39 പേരുടെ മരണം സ്ഥിരീകരിച്ചു. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട ചാലിയാറിലൂടെ ഒഴുകിലെത്തിയ മൃതദേഹങ്ങളാണ് ഇത് എന്നാണ് സംശയം. വീടുകൾ ഒലിച്ചുപോയിരിക്കുന്നു. പുലർച്ചെ 1:30ക്കും 4 മണിക്കുമായി മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ 2 തവണയാണ് ഉരുൾപൊട്ടിയത്. പ്രദേശത്ത് നിന്ന് 10-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിരുന്നു വിവരം. ഇതിൽ ഒരാൾ വിദേശി എന്നാണ് റിപ്പോർട്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് മലപ്പുറം പോത്തുകലിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. 4ഓളം മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തി. കനത്ത മഴ പെയ്യുന്ന രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിൽ മുങ്ങിയിരുന്നു. 2:30ഓടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ജനം അറിഞ്ഞു തുടങ്ങിയത്. കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചതെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തിയും മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്ങും ചെളിയും വെള്ളവും മാത്രമായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം പുറം ലോകം അറിയുന്നത്. ചുരൽമല സ്കൂളിനോട് ചേർന്ന് പുഴ ഒഴുകുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതിമാറി ഒഴുകി. സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിലായി. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും പാർക്കുന്ന സ്ഥലമാണ് ചൂരൽമല. ഹാരിസൺ സ്റ്റെയിൽ എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഭൂരിഭാഗവും. എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർ കാണാതായി എന്നോ നിലവിൽ യാതൊരു ധാരണയുമില്ലാത്ത അവസ്ഥയാണ്. വയനാട്ടിലെ റോഡ് ഗതാഗതം താറുമാറായി. ഈ ദൃശ്യങ്ങൾ കാണുക. ഇത് കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്കുള്ള റോഡാണ്. ഭൂകമ്പം ഉണ്ടായ പോലെയാണ് ഈ ചുരം റോഡ്. വയനാട്ടിലേക്ക് പ്രധാനമായും, അതായത് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നിന്ന് മാത്രമാണ് പ്രവേശനമുള്ളത്. ഇതിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രവേശിക്കുന്ന 2 ചുരം റോഡുകളും തടസ്സപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കണ്ണൂരിൽ നിന്നും നെടുമ്പോയിൽ വഴിയുള്ള ചുരം റോഡാണ്. റോഡ് പല സ്ഥലത്തും വിണ്ടുകീറുകയും സ്വയം പൊങ്ങി വരികയും ചെയ്തിരിക്കുകയാണ്. ചില ഭാഗത്ത് റോഡ് മുകളിലേക്ക് പൊങ്ങി, ചില ഭാഗത്ത് താഴേക്ക് താന്നിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രകമ്പനങ്ങൾ ഭൂമിക്കടിയിൽ ഉണ്ടായി എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഈ റോഡിന്റെ അവസ്ഥയിൽ നിന്ന് തന്നെ ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ അത് ഭയപ്പെടുത്തുന്നതാണ്. മറുവശത്ത് കണ്ണൂരിൽ നിന്നും കൊട്ടിയൂർ വഴിയുള്ള ചുരം റോഡ് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇതുവഴി വാഹനങ്ങളുമായി ആരും പോകരുത്. പല ഭാഗത്തും മണ്ണും പാറയും ഇടിഞ്ഞു വീണ് കിടക്കുകയാണ്. കോഴിക്കോട് ഭാഗത്തു നിന്നും വയനാട്ടിലേക്കുള്ള റോഡ് ഗതാഗതത്തിലും തടസ്സമുണ്ട്. ഗതാഗത തടസ്സങ്ങൾ മുൻനിർത്തി രക്ഷാപ്രവർത്തനത്തിന് കരസേനയുടെ ഹെലികോപ്റ്ററാണ് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. കരസേന സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വിഭാഗവും സ്ഥലത്തേക്ക് കുതിച്ചിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിമാർ വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റുള്ളവർ ഉടൻ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. കേന്ദ്രമന്ത്രിമാരും സുരേഷ് ഗോപിയും അടക്കമുള്ളവർ വയനാട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സേവാഭാരതിയുടെ പ്രവർത്തകർ ദുരന്ത മേഖലയിൽ സജീവ സാന്നിധ്യമായിട്ടുണ്ട്. UDFന്റെ പ്രവർത്തകരോട് രാഹുൽ ഗാന്ധിയും BJPയുടെ പ്രവർത്തകരോട് ദേശീയ പ്രസിഡന്റ് നദ്ദയും ദുരന്തമുഖത്ത് സേവന സജ്ജമാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ പറയുമ്പോഴും വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം സഹായത്തിനിവിടെ എത്തിയാൽ ശാസ്ത്രീയമായി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും പ്രവർത്തനങ്ങളെ അത് ഒരുപക്ഷെ തടസ്സപ്പെടുത്തും. വലിയൊരു ജനക്കൂട്ടം രക്ഷാപ്രവർത്തനത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ കാണികൾ, കാഴ്ചക്കാരായിട്ട് വരുന്നവർ അവരും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകും. ഇതൊക്കെ കണക്കുകൂട്ടി വേണം ഈ മേഖലയിൽ വേണ്ടത്ര ജാഗ്രതയോടെ വേണം നേതാക്കൾ പ്രവർത്തിക്കാൻ. ന്യൂസ് ഡെസ്ക് കർമാനോസ്.